ഇത് കുട്ടൻ വലിയ മീൻപിടുത്തക്കാരനാണെന്നാണ് സ്വയം വെപ്പ്. എന്നാൽ ഈ നേരമായിട്ടും ഒരു പൊടി മീനെ പോലും പുള്ളിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ മാതിരി ഒരു പൊട്ട കുട്ട ബന്ധാണ് ഞങ്ങൾ തമ്മില്. ഇത് ജോമോൻ, ഇത് ബിജേട്ടൻ. ബിജേട്ടനാന്ന് വെച്ചാൽ മീൻപിടുത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാറുണ്ട്, ഇങ്ങോട്ട് ശ്രദ്ധിക്കാനൊന്നും നേരില്ല. മീൻപിടുത്തം ഒരു കലയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ജോമോൻ ഇതാ ബാഗുമായി താഴേക്ക് ഇറങ്ങുന്നു. അങ്ങനെ കുട്ടൻ ജോമോന്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടോ. ജോമോൻ ചൂണ്ടിയിട്ട വഴി തന്നെ മീനുകളെ കിട്ടി തുടങ്ങിയിട്ടാ. നട്ടർ എന്നാണ് ഇതിന്റെ പേര്. കുട്ടന്റെ ഓരോ തമാശകള് ആ കുളത്തൊക്കെ. ഒരു പ്രേതപടത്തിന് പറ്റിയ അറ്റ്മോസ്ഫിയർ. എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയപ്പോ കുട്ടനും വാശിയായി. എന്നാ ഇന്ന് പിടിച്ചേ അടങ്ങുള്ളൂ എന്ന വാശിയുമായി കുട്ടൻ. ഈ പച്ചപ്പും പാറമടയും അതേപോലെ മീൻപിടുത്തവും ഒരു വൈബ് തന്നെ. എന്താ രസം. ജോമോന് കൂടുതൽ മീനെ കിട്ടി തുടങ്ങിയല്ലോ. നല്ല കൂർത്ത പല്ല് ആയതിനാൽ ഇവയെ പിടിക്കുമ്പോൾ സൂക്ഷിക്കണം. മാത്രമല്ല ഇവയുടെ കൊമ്പും കുത്തി കയറാനുള്ള സാധ്യതയുണ്ട്. ഇത് മജീന, അനിയന്റെ വൈഫാണ്. പുള്ളിയും ഒരു ചെറിയ മീൻപിടുത്തക്കാരിയാണ്. അങ്ങനെ മജീന ചൂണ്ട ജോമോന് കൈമാറുന്നു. ജോമോനാന്ന് വെച്ചാ വീണ്ടും മേരനെ കോർത്ത് മീനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. കണ്ടാൽ പേടി തോന്നണ പാറമടയാണെങ്കിലും സംഗതി വൈബാണ്, വേറെ ലെവലാണ്. കുട്ടനെന്തോ പുതിയ ഐഡിയയിൽ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഐഡിയ വിജയിക്കോ ആവോ. ഈ കുട്ടൻ എന്താ ഈ കാണിക്കുന്നേ? പുതിയ ആയോധന കലകള് കുട്ടൻ ജോമോനിന്ന് പഠിക്കാണ്. എന്നാലും എന്റെ കുട്ടോ എന്തായാലും ചൂണ്ട പൊളിയാണ്. കടലിലൊക്കെ ഇരുന്ന പോലത്തെ ടൈപ്പ്. ഈ ഭാഗത്തൊക്കെ ഇടുമ്പോ ഇവർക്ക് കൂടുതൽ മീനെ കിട്ടുന്നുണ്ടാ. പാറമടയോട് ചേർന്നുള്ള കൊച്ചു വീടാണിത്. ഒറ്റ നോട്ടത്തിൽ ഒരു ഭീകരാന്തരീക്ഷം തോന്നുമെങ്കിലും പാറമടയും വെള്ളവും മീനും എല്ലാം ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലം. ജോമന്റെ 6 പാക്ക് ഒക്കെ എടുക്കാം. പേടി കൂടാതെ കേട്ടാ ജോമോൻ മീനെ പിടികൂടണത്. മീൻപിടുത്തത്തിൽ നല്ല എക്സ്പെർട്ടാ. നല്ല യമണ്ടൻ നട്ടറുകളെയാണ് ജോമോൻ പിടികൂടിയിരിക്കുന്നത്.
കൂട്ടത്തില് ചെറുതിനെയും കിട്ടണട്ടാ. കയറുമ്പോ തൂക്കിട്ട എന്തായാലും അത്യാവശ്യം വലിപ്പമുള്ള കുറച്ച് മീനൊക്കെ ഞങ്ങക്ക് കിട്ടി. ഇതാണ് ആ പാറമടയോട് ചേർന്നുള്ള ആ കൊച്ചു വീട്. എന്താ അറ്റ്മോസ്ഫിയർ, എന്തായാലും നല്ല ഭംഗിയുണ്ട്. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. കുട്ടമാടാ ഇത് അടുക്കള, പാത്രം കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ വാഷിംഗ് ബേസൻ, ഗ്യാസ് സ്റ്റൗവ്, കുക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. സാധനങ്ങൾ മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രം. പിന്നെ എല്ലാം നല്ല വെടുപ്പും വൃത്തിയുണ്ട്. ഇത് കയറി വരുമ്പോഴുള്ള ഒരു ചെറിയ ഹാള്. ഇതിനോട് ചേർന്ന് വാഷിംഗ് ബേസിനും അതിനടുത്ത് തന്നെ ഒരു ടോയ്ലറ്റ് സംവിധാനവും ഉണ്ട്. ബാത്റൂമൊക്കെ നല്ല കണ്ടീഷനാണ്. ഇതാണ് ബെഡ്റൂം. ഒരു ദിവസം ഒരു ചെറിയ ഫാമിലിക്ക് സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. റൂമൊക്കെ നല്ല നീറ്റാണ്. അറിയില്ല. കാലത്തെ 8 മണിക്ക് സൂര്യടിക്കുമ്പല്ലേ എത്താനൊക്കെ പോയാൽ പിന്നെ സാറിന്റെ കയ്യിൽ തല്ലേ മോർണിംഗ് ക്ലാസ് വിളിക്കും. അങ്ങനെ നനച്ചിരിക്കാതെ ഒരു മഴയും കിട്ടിട്ടാ. അപ്പൊ കൂടുതൽ വൈബായി. എന്താ രസം. ഇതിനോട് ചേർന്ന് ഒരു ഗാർഡൻ സംവിധാനവും അതുപോലെ അവിടെ ഇരിക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ എത്തിയിട്ടാ. അവരെല്ലാവരും കൂടി പരിപാടി കളറാക്കി. എല്ലാവരും മാളിനെയും കൊണ്ടാ വരവ്. മാളാന്ന് വെച്ചാൽ എല്ലായിടത്തേക്കും ഇങ്ങനെ ഓടി കിടന്ന് നടക്കാ. കൂടെ പോണ ദൈവമേ. അങ്ങനെ മാളിനെയും കൊണ്ട് ഞങ്ങൾ മീൻ പിടിക്കുന്നിടത്ത് എത്തിയിട്ടാ. മാളു ഇതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക.
വിജയണ്ണ വെച്ചാ റിൻസേച്ചിനെ എങ്ങനെ മീൻ പിടിക്കാന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. റിൻസേച്ചിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പിടിച്ചോ എന്നറിയില്ല. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാന്നുള്ള മട്ടിലാണ് റിൻസേച്ചി. മീനുകളൊക്കെ വെള്ളത്തിന്റെ മുകളിലേക്ക് പൊന്തി വരുന്നത് കാണാൻ കഴിയുന്നുട്ടാ. അമ്മും മീനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഏതെങ്കിലും ഒരു മീനെ പിടിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയുമാണ് അമ്മും നിൽക്കണേ. എന്തായാലും ചൂണ്ട സെറ്റപ്പാണ്. കടലിലൊക്കെ മീൻ പിടിക്കുന്ന തരത്തിലുള്ള ചൂണ്ടയാണിത്. ഇത് ജോമോന്റെ ചൂണ്ടയാ. ജോമോൻ നമ്മുടെ കുട്ടന് സ്പോൺസർ ചെയ്ത ചൂണ്ട. അനിയനും വൈഫും കൂടി കുക്കിങ്ങിന്റെ തിരക്കിലാണ്. ഉള്ളി ആണെന്ന് വെച്ചാ സബോള കട്ട് ചെയ്യണതിന്റെ തിരക്കിലാണ്. അത് കാരണം കൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കാനുള്ള നേരമില്ല. സബോള കറക്റ്റായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് താറാവിലേക്കുള്ള സബോളയാണ് ഈ അരിയണത്. എല്ലാ സാധനങ്ങളും അടുക്കളയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ട് പണി ഭയങ്കര എളുപ്പമാണ്. വേഗം വേഗം എടുത്ത് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം കുക്കിംഗ് അറിയുന്നതാണ് രണ്ടുപേരും. അത് കാരണം കുഴപ്പമില്ല. ജോമോൻ ഇതാ മീൻ കഴുകി വെടുപ്പാക്കുന്നു. മീൻ കഴുകുമ്പോൾ നോക്കി കഴുകണം എന്നാണ് ജോമോൻ പറയണേ. കാര്യം അതിൻ്റെ മുള്ളൊക്കെ കൈമ കയറി കഴിഞ്ഞാൽ മുള്ളൊക്കെ കൂടുതലുള്ളതാണ്, നാരുകളൊക്കെ. അപ്പോൾ അത് കൈമ കയറാതെ നോക്കണം, സൂക്ഷിച്ച് വേണം അത് എൻ്റെ ചരമ്പിലൊക്കെ കളയാൻ എന്നാണ് ജോമോൻ പറയണത്. ഈ നേരം കൊണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ മീന് കിട്ടിയിട്ടാ. അത്യാവശ്യം മീന് കിട്ടി ഞങ്ങക്ക്. ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ നല്ല പെടക്കണ സൈസ് മീൻ എന്ന് പറയണ മാതിരി കുളത്തിൽ നേരെ പിടിക്കുക, കൊണ്ടുവന്ന് മൊരിക്കുക, അടിക്കുക. എന്ത് സൂപ്പറാണല്ലോ, എന്ത് വൈബായിരിക്കില്ല.
താറാവിലേക്കുള്ള സബോള മിളകൊക്കെ നല്ല മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല കളർ വെച്ച് വരുന്നുണ്ട്. അങ്ങനെ മാളും ഫോട്ടോക്ക് പോസ് ചെയ്തു കേട്ടോ. മാളോ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക മാളോ, മാളോ മാളോ മാളോ. എല്ലാവരും കപ്പ നന്നാക്കിക്കൊണ്ടിരിക്കട്ടോ. നെയ്യുള്ള കാരണണ്ട്, നെയ്യിലൊക്കെ കപ്പിട്ടങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. താറാവും കപ്പയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും, സൂപ്പറായിരിക്കും. താറാവിലേക്കുള്ള ഐറ്റംസുകളൊക്കെ ചേർത്ത് മസാലയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും മസാലയുടെയൊക്കെ മണം വന്നു തുടങ്ങി. കഴിക്കാൻ കൊതിയായിട്ട് പോയ. എല്ലാം ചേർത്തൊരു പിടി പിടിച്ച സൂപ്പറായിരിക്കില്ലേ. കിച്ചണിൽ അത്യാവശ്യം സൗകര്യമുള്ളത് കൊണ്ട് കുക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമാട്ടോ. കൂട്ടുകളെല്ലാം കൃത്യമായി ചേർക്കാനുള്ള ശ്രമത്തിലാണ് കക്ഷി. മഴ മാറിയപ്പോ നല്ല വൈബായി. അപ്പൊ പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലായി. എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യലും എല്ലാ കാര്യങ്ങളും ആയി. ഇത് കണ്ടപ്പോ ആന്റിയും അച്ഛനും അവരെ കൂടെ കൂടി. ഫോട്ടോ എടുക്കാനും മറ്റുമായി ആന്റിയും അച്ഛനും അവരെ കൂടെ കൂടി. എന്തായാലും ചെറിയ മുറ്റം പോലെയുള്ള സെറ്റപ്പ് ഉള്ള കാരണം നല്ല സൗകര്യമായി. അത്യാവശ്യം സ്ഥലമുണ്ട്. താഴെയൊക്കെ ചെറിയ രീതിയിൽ പുല്ല് പതിപ്പിച്ചിരിക്കുന്നു. മാളൂന് ഈ സ്ഥലം എന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ മീൻ മുറിക്കാൻ കത്തിയുമായി അച്ഛനും കൂടി. അച്ഛൻ നെട്ടറിനെ നല്ല കറക്റ്റ് അളവിൽ മുറിച്ച് കഷ്ണങ്ങളാക്കി ഉരുളിക്ക് ഇടുന്നു. മീൻ മുറിക്കല് ഒരു കലയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അച്ഛനും കൂടെ കൂടി. എന്തായാലും അത്യാവശ്യം വലിപ്പമുള്ള നെട്ടറുകളെ നമുക്ക് കിട്ടിയിട്ടാ. ഈ മീനെ ഞാൻ ആദ്യമായിട്ടാണ് പാകം ചെയ്യുന്നത് കാണുന്നതും അതുപോലെ കഴിക്കുന്നതും. ഇവിടുത്തെ വെള്ളം, പൈപ്പിലെ വെള്ളം നല്ലതല്ലാത്തത് കൊണ്ട് പുറമേ നിന്ന് കൊണ്ടുവരുന്ന കുപ്പി വെള്ളം
ക്യാനിലെ വെള്ളത്തിൽ നല്ല വൃത്തിയായി കഴുകിയിട്ടാണ് മീനെ ഞങ്ങൾ ഇങ്ങനെ പാചകം ചെയ്യുന്നത്. ഇവിടെ കുടിക്കാനും അതേപോലെ മറ്റു ആവശ്യങ്ങൾക്കായിട്ട് ക്യാനിലാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഇവിടുത്തെ വെള്ളം ഒക്കെ ഈ പാറമടയിൽ നിന്ന് അടിച്ചു വരുന്ന വെള്ളമാണ് ഇവിടുത്തെ ബാത്റൂമിലും മറ്റും ഉപയോഗിക്കുന്നത്. ഈ ക്യാനിലെ വെള്ളം കൊണ്ടാണ് മീനെ കഴുകി വെടുപ്പാക്കുന്നതും വൃത്തിയാക്കി കറി വയ്ക്കുന്നതും അതേപോലെ ഞങ്ങളുടെ കുടിക്കണ ആവശ്യങ്ങൾക്കൊക്കെ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ മീനെ 2-3-4 പ്രാവശ്യം നല്ല വൃത്തിയായി കഴുകിയിട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. പാറമടയിലെ മീനായ കാരണം കൊണ്ട് നല്ല ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളിത് ഉപയോഗത്തിനായി എടുത്തത്. ഇങ്ങനെ 2-3 നീര് ഞങ്ങൾ അതിനെ കഴുകി എന്നിട്ട് ഒരു ഫ്രൈ പാനിലാക്കിയിട്ട് ആണ് കുക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിൽ ഞങ്ങൾ ആയത്. മീനുകളെല്ലാം അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. മുള്ള് കുറച്ചുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ഇതുള്ളൂ. പക്ഷെ കഴിക്കാനും കറി വയ്ക്കാനും അതേപോലെ വറുക്കാനും ഒക്കെ നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. മീനൊക്കെ 3-4 നീര് കഴിയപ്പോൾ നല്ല സുന്ദര കുട്ടപ്പന്മാരായി. അങ്ങനെ മീനുകളെ കഴുകി ഫ്രൈ പാനിലാക്കി മസാല പരട്ടാനുള്ള ശ്രമത്തിലാണ്. ഇനി ആ ഉരുളി എടുത്തിട്ട് വേണം മസാല കൂട്ടാനും അതേപോലെ മീൻ അതിലിട്ട് വഴറ്റാനും. അതിനുശേഷം വേണം വറുക്കാനായിട്ട്. എല്ലാം സെറ്റപ്പാക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. കുരുമുളക് പൊടി കൂടുതൽ വേണമെന്നാണ് കുറച്ച് പേരുടെ അഭിപ്രായം. കുറച്ച് പേർക്ക് വേണ്ട, കുറച്ച് പേർക്ക് കുറച്ച് മതി. എന്തായാലും എല്ലാനും കൂട്ടി എണ്ണയൊക്കെ ഒഴിച്ച് നല്ല തിരുമ്മി നല്ല കളറ് വരുത്തി അതിനുശേഷം നമ്മുടെ നെട്ടർകുട്ടന്മാരെ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കിയപ്പോൾ ഒരു പ്രത്യേക ഇതായി. മൊത്തത്തിൽ ആ കളറ് ആ മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വറുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാം എന്നുള്ളൊരു സെറ്റപ്പായി. അത്ര നല്ല ലുക്കായി അതിന്. മീനിൻ്റെ മസാലയൊക്കെ കറക്റ്റ് പാകത്തിനാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതൊക്കെ ഒരു കല തന്നെയാണ്. കൃത്യമായില്ലെങ്കിൽ ഉപ്പ് കൂടിയാലും എരി കൂടിയാൽ പിന്നെ പ്രശ്നമല്ല, ഉപ്പ് കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക കല തന്നെയാണ്. അതൊക്കെ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റായി, എല്ലാ ചേരുവകളും കറക്റ്റായിട്ട് വരണം. അതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ കുറവാന്ന് തോന്നിയപ്പോൾ കുട്ടൻ്റെ മുളക് പൊടി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് വരുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കാം. മാളൂന് വരെ ഇതിന്റെ മണം കിട്ടിന്നാ തോന്നണ.
അങ്ങനെ മീനുകളൊക്കെ ആ തിളച്ച എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ടാ ഇതങ്ങോട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇതങ്ങനെ മൊരിഞ്ഞ് അങ്ങനെ കളറ് പിടിച്ചങ്ങനെ വരുന്നുണ്ട്. താറാവൊക്കെ നേരത്തെ പാകായിട്ടോ. പിള്ളേര് താറാവും കൊള്ളിയൊക്കെ അടിച്ച് തുടങ്ങി. ബാക്കിൽ നല്ല രീതിയിലുള്ള കഴിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് താറാവും കൊള്ളിക്കറിയും. എന്താ സൂപ്പറല്ലേ, മൊത്തത്തില് നല്ല കളറും അടിപൊളിയാക്കി. പാചകം എല്ലാം കഴിഞ്ഞപ്പോ എല്ലാവരും കൂടി ഒരു പിടി പിടിച്ചിട്ടാ. കൊള്ളിയും അതേപോലെ താറാവും നാട്ടറും കൂടി ഒരു പിടി പിടിച്ചിട്ടേ ഒന്നൊന്നര കഴിക്കൽ തന്നെയായിരുന്നു. ഭക്ഷണം ഇങ്ങനെയും കഴിക്കാന്ന് ഇത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങക്ക് മനസ്സിലായേ. എല്ലാവരും കൂടി ഇരുന്ന് ഒരു കഴിക്കലാണ് കഴിച്ചിട്ടേ. ഓ എന്ത് രസമായിരുന്നു, നല്ല രസമായിരുന്നു.